ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇടിയപ്പം അല്ല കേട്ടോ, ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രമൊക്കെ അടുപ്പിൽ വെച്ച്. അപ്പോൾ മിക്കപ്പോഴും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടുതലും അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. കാര്യം ഒത്തിരി നേരം ഇരുന്നത് നമ്മൾ ആവിക്ക് എടുക്കണ്ടേ, അപ്പോൾ അത് അത്രയും ഗ്യാസ് വെക്കുന്നത് നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വിറകൊന്നും അങ്ങനെ ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്, ഉള്ളത് കൊണ്ടൊക്കെ ഓണം പോലെ. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ രാവിലെ കുറച്ച് ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയോട്ട് കയറിയത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് പതിയെയാണ് അടുക്കളയോട്ട് കയറിയത്. കാര്യം ആർക്കെങ്കിലും പോകുമൊന്നും വേണ്ട, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ചേട്ടന് പോകണം, പക്ഷേ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയാൽ മതി. പിന്നെ പിള്ളേർക്കാണെങ്കിലും ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. തലേദിവസമേ പറയും ഞങ്ങളെ നേരത്തെ വിളിച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കിടക്കുന്നത്. അപ്പോൾ രണ്ടുപേരും വിളിച്ചൊന്നുമില്ല. ഞാൻ അടുക്കളയിൽ രാവിലെ ഞാനും ചേട്ടനും എണീറ്റു. ഞാൻ അടുക്കളയിൽ ഇങ്ങനെ ഓരോന്നെല്ലാം ചെയ്യുകയും ചെയ്യുന്നു. ചേട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു. അപ്പം ഇഡ്ഡലിക്ക് ഞാൻ സാമ്പാറാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ പച്ചക്കറി എല്ലാം കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ അരിഞ്ഞെല്ലാം എടുത്ത് സാമ്പാറിനുള്ളത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഇതും റെഡിയാകും ഇഡ്ഡലിയും. അപ്പോൾ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി സാമ്പാറും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി എല്ലാവർക്കും കഴിക്കാനും ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇന്ന് സാമ്പാർ വെച്ചതെന്ന് വെച്ചാൽ അതാകുമ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കിനും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മീൻ വറുക്കാനായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഇന്നലെ ഞങ്ങൾ നെറ്റൊക്കെ അടിക്കുന്നത് കാണിച്ചില്ല, അത് മുഴുവനും ചെയ്തില്ലായിരുന്നേ. കുറച്ച് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇരുട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ നാളെ പിറ്റേ ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നാണ് ഇനി അതെല്ലാം ചെയ്യുന്നത്. ബാക്കി മുഴുവനും അതൊന്നും അടിക്കണം. പൂച്ചയുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ഈ പൂച്ച കയറി അവിടെ അടുക്കി വെച്ചേക്കുന്നത്. അവിടെ വണ്ടിയുടെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അല്ലാതെ പഴയ തുണികൾ കുറച്ചിരിപ്പുണ്ട്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം കൂടെ പൂച്ച ഇങ്ങോട്ട് വന്നേച്ച് മറിച്ചിടും. അപ്പം അത് കുറേ തുണിയെടുത്ത് ഞാൻ കത്തിച്ച് കളഞ്ഞ്, വേണ്ടാത്തതൊക്കെ പൂച്ച കയറിയതും എല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞു. അപ്പോൾ എന്നും ഈ പൂച്ചയുടെ ശല്യം ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ എന്നെ ഇതിലൊക്കെ തിന്നേച്ച് അവിടെ കൊണ്ടുവന്നങ്ങ് ഛർദ്ദിച്ചൊക്കെ ഇടുന്നത് നമുക്കങ്ങ് അറപ്പാവും അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക്. അപ്പം അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെല്ലാം ഇനി വെച്ച് നെറ്റുമൊക്കെ ഒന്ന് അടിച്ച് എല്ലാം ഒന്ന് ശരിയാക്കണം. അപ്പോൾ അത് വൈകിട്ടത്തേക്ക് ഇനി ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് വീഡിയോസൊന്നും ഞാനിങ്ങനെ പ്രത്യേകിച്ച് എടുക്കുന്നൊന്നുമില്ല കേട്ടോ. കാര്യം ഈ രാവിലത്തെ സാമ്പാറും പിന്നെ മത്തി വറുത്തതും മെഴുക്കുവരട്ടിയേ ഉള്ളൂ. അത് എന്നതേലും ഒരു മെഴുക്കുവരട്ടി വെക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. എന്നാന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പം രാവിലത്തെ കാപ്പുടി എല്ലാം കഴിഞ്ഞ് ചേട്ടൻ പോകാനായിട്ട് ഇനി തുടങ്ങുവാണ്. പിന്നെ പതിവ് പോലെ തന്നെ കണ്ണന് വെച്ചും അവരുടേതായ ബഹളങ്ങളും കാര്യങ്ങളായിട്ട് അവർ നിൽക്കുന്നു. അച്ഛന് കുറേ എഴുതാനൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവൾ നോട്ടൊക്കെ എഴുതിച്ചും ഒക്കെയാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് വൈകുന്നേരത്തെ വീഡിയോസാണ് എടുത്തത്. വൈകുന്നേരം ചേട്ടൻ ഓട്ടോ ഒക്കെ പോയിട്ട് വന്നതിന് ശേഷമുള്ള വീഡിയോസൊക്കെയാണ് എടുത്തത്. അത് കഴിഞ്ഞ് നെറ്റ് അടിക്കുന്നതിൻ്റെ എത്രയും ഇന്നലെ ഇങ്ങേ സൈഡ് വരെ അടിച്ച് തീർത്തോളായിരുന്നു. ഇന്നിപ്പോൾ ഇവിടുന്ന് ഫുൾ അങ്ങ് അടിച്ച് തീർക്കുവാണ്. അപ്പം താഴെ നിന്നാണ് അടിക്കുന്നത്. കാര്യം ഇവിടെ സൈഡിൽ സ്ഥലം ഇട്ടാൽ പൂച്ച ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി വരും. അതിന് വെളിയിലോട്ട് വെച്ചാണ് അടിക്കുന്നത്. അപ്പോൾ ചേട്ടനും കണ്ണനും കൂടെ താഴെ ഇറങ്ങി അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ചു ഇങ്ങനെ ഓരോരുത്തർക്കും ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ കണ്ണൻ താഴെ നിന്നാണ് ചെയ്യുന്നത്. ഞാൻ കണ്ണൂന്ന് വിളിച്ചപ്പോഴത്തേക്കാണ് കണ്ണൻ അതുവഴി നോക്കിയത്. അപ്പം അങ്ങനെ നെറ്റ് മുഴുവനും അടിച്ചു കഴിഞ്ഞു കേട്ടോ. നെറ്റ് മുഴുവനും അടിച്ചു കഴിഞ്ഞ് ഇവിടെ എല്ലാം ഒന്ന് ഞങ്ങൾ വൃത്തിയൊക്കെ ഒന്നാക്കി. എല്ലാം ഒന്ന് ഇപ്പോഴും ഒരു വൃത്തിയായതേ. മറ്റേതങ്ങ് പന്നലായിട്ട് കിടക്കുമായിരുന്നു, എല്ലാം വലിച്ചു വാരിയിട്ട്. അപ്പം അതെല്ലാം ഒന്ന് അടുക്കി വെച്ച്, ഇനിയിപ്പോൾ അടുക്കി വെച്ചാൽ അവിടെ ഇരുന്നോളും, പൂച്ച കയറുന്ന ശല്യമില്ലാത്തതുകൊണ്ട്. അങ്ങനെ മുഴുവനും നെറ്റും എല്ലാം അടിച്ച് ഇങ്ങേ സൈഡിൽ മാത്രമേ, അലക്കലിൻ്റെ സൈഡിൽ മാത്രമേ ഞങ്ങളൊരു ശകലം സ്ഥലം ഇട്ടിട്ടുണ്ട്. അതുവഴി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് അത്യാവശ്യം നമുക്ക് താഴത്തൊന്ന് കളയാനോ അല്ലെങ്കിൽ എന്നതെങ്കിലും താഴെ നിന്ന് ഇങ്ങോട്ട് എടുക്കാനോ എന്നതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ശകലം സ്ഥലം ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ അതവിടെ ക്ലിപ്പ് വെച്ച് മാത്രം ഇങ്ങനെ ഒന്ന് ഇട്ടേക്കുക. ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ മാത്രം ഇവിടെ ഇത്രയും ഭാഗത്ത് മാത്രം ഇട്ടേക്കുന്നത്. അങ്ങനെ നെറ്റെല്ലാം അടിച്ചപ്പോൾ പകുതി സമാധാനമായിട്ട് ഇനി പൂച്ചയുടെ ശല്യം ഉണ്ടാകുകയല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ വന്ന് വൈകുന്നേരത്തേക്ക് ദോശയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരത്തേക്ക് ദോശയൊക്കെ എടുത്ത് ചുടണം. അപ്പോൾ രാവിലത്തെ മാവ് കുറച്ച് മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ മിച്ചം വരും പിറ്റേ ദിവസത്തേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കാണ് തന്ന ചൂട് ദോശ ചുട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചൂട് ദോശയൊക്കെ ചുട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ രാവിലത്തെ സാമ്പാർ കുറച്ച് ഇരിപ്പുണ്ട്, അധികം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതങ്ങ് വളിച്ചു പോകും, അതുകൊണ്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണന് തണുത്ത സാമ്പാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അങ്ങനത്തെ സാമ്പാറാണ് കൂടുതലിഷ്ടം. അങ്ങനെ ചൂടാക്കി ഞാൻ നേരത്തെയാണ് ചൂടാക്കി വെച്ചത്. കാര്യം അന്നേരം ചൂടാക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാകത്തില്ലേ. അതുകൊണ്ട് സാമ്പാറൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് എടുക്കുകയാണ് അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പം അച്ചു കുറേ നേരമൊക്കെ മേളിൽ കയറി വെച്ച് പിന്നെയും വന്നിരുന്ന് കുറച്ചും കൂടെയൊക്കെ എഴുതാനുണ്ട്. അച്ചു ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. കണ്ണൻ പിന്നെ ടി വി കാണിച്ച് തന്നെ കണ്ണൻ്റെ വശം അങ്ങനെ നടക്കുന്നു. അങ്ങനെ ദോശയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതെല്ലാം കഴിക്കാനൊക്കെ കൊടുക്കണം അവർക്ക്. അപ്പോൾ അച്ചുവിന് അട മതിയെന്ന് പറഞ്ഞു.
അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു ചെറിയ മഞ്ഞ കളർ പോലെ അങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല ഇനി അകത്ത് വെച്ചൊക്കെ എടുത്തതിൻ്റെയൊക്കെ ആണോയെന്ന് എനിക്കത്. ഞാൻ സാധാരണ ഓപ്പൺ ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഓപ്പൺ ക്യാമറയിൽ എടുക്കുമ്പോൾ ഇച്ചിരിയൂടെ വെട്ടം കിട്ടും. അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷേ അത് എന്നെ പറ്റിയത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പക്ഷേ അത് അങ്ങനെ കളറുള്ളതായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്തപ്പോഴും തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പം നോക്കണം കയറിയെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ശിവാനിയെ ഷീബ എന്നായിരുന്നു ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. ഷീബയല്ല ഷീജ എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കത് എന്നാന്നറിയോ, ആദ്യമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഷീജ എന്നാണോ പറഞ്ഞതെന്നുള്ളത്. പിന്നെ ഷീബ ഷീബ എന്നങ്ങ് പറഞ്ഞു പോകുമായിരുന്നു കേട്ടോ. ഇനി തെറ്റിയല്ല കേട്ടോ, ഇനി ഷീജ എന്നേ പറയത്തുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഗീത ചേച്ചീനെ ഇപ്പോൾ കാണാനില്ല. പിന്നെ ശ്രീദേവി ടീച്ചറിനെ കാണാനില്ല. പിന്നെ ആരെയായിരുന്നു, നമ്മുടെ ദേവൂട്ടി കുറേ ദിവസങ്ങളായി ഒരനക്കവും ഇല്ല. എവിടാണെന്ന് പോലും അറിയാൻ മേല. വരുന്നേ ഇല്ല. എല്ലാവർക്കും തിരക്കൊക്കെ ആയിരിക്കും. ഗീത ചേച്ചിക്ക് വയ്യാന്നൊക്കെ അറിഞ്ഞു. എല്ലാം മാറുകയൊക്കെ ചെയ്തോ. അപ്പം എല്ലാവർക്കും അവരവരുടെ തിരക്കുകളൊക്കെ ആയതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരുവാണെങ്കിൽ ഇടയ്ക്ക് വരുവാണെങ്കിൽ ഒന്ന് ഹായ് ഇട്ടേക്കുക കേട്ടോ. അപ്പം നമ്മുടെ വൈകിട്ടത്തെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം ദോശയെല്ലാം എടുത്ത് ഇനി ഇവർക്ക് കൊടുക്കുകയും കൂടെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇച്ചിരി ചമ്മന്തിയൊക്കെ അരയ്ക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം പറഞ്ഞു ചമ്മന്തി ഒന്നും വേണ്ട, സാമ്പാർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി അതും സാമ്പാർ നേരത്തെ ഇരുന്നാണ് ഉണ്ടാക്കിയത് കേട്ടോ. സാമ്പാറും കൊടുത്ത് ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അന്നേരം പറഞ്ഞ് ഒരു ഓംപ്ലേറ്റും കൂടെ വേണമെന്ന് പറഞ്ഞു, അച്ഛനും മോനും കൂടെ. സാധാരണ ചമ്മന്തിയുടെ കൂടെയാണ് ഇവരെപ്പോഴും ഓംപ്ലേറ്റൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു. കാര്യം സാമ്പാറിൻ്റെ കൂടെ അങ്ങനെ വേണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു പറ്റത്തില്ല, രണ്ടുപേർക്കും ഓരോ ഓംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇച്ചിരി സവോളയൊക്കെ അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും ഓംപ്ലേറ്റും കൂടെ ഒക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം അച്ചുവിനും കൂടി ഇനി കഴിക്കാൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അച്ചു ഇപ്പോൾ ഇതും പഠിച്ചുകൊണ്ടിരിക്കുക. പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മതി കഴിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഓംപ്ലേറ്റൊക്കെ സെറ്റായി. അപ്പോൾ ഇന്നാളൊരു ദിവസം വരണ്ട് പറഞ്ഞു ഞാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര കട്ടിയാന്ന് പറഞ്ഞ്. അത് നമ്മുടെ സ്ഥിരം കാണുന്ന ഒരാളൊന്നുമല്ല, ആരോ ഒരാളാണ് പറഞ്ഞത്. പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പം ഭയങ്കര കട്ടിയിലെടുക്കുന്നത് ഒരിക്കലല്ല കേട്ടോ. ഇവിടെ കട്ടിയിലുണ്ടാക്കി കൊടുത്താൽ ആർക്കും ഇഷ്ടമല്ല. അന്നേരം പറയും ഇത് കൊള്ളത്തില്ല എന്ന് പറയും. തീരെ കനം കുറച്ച് അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ശരിക്കും വേകുകയും ചെയ്യരുത്. അങ്ങനെയാണ് ഇവിടെ ഓംപ്ലേറ്റ് ഇഷ്ടം ഇവർക്കൊക്കെ. അപ്പോൾ ഒത്തിരി വെന്ത് പോകുന്നത് ഇഷ്ടമല്ല. ആ ഒരു ഇച്ചിരി ഒരു ഇതായിട്ടിരിക്കണം. അങ്ങനെ ഇരുന്നാലേ ഇവർക്കൊക്കെ ഇഷ്ടമുള്ളൂ. അപ്പോൾ അങ്ങനെ തിന്നാൻ ടേസ്റ്റ് കൂടുതലെന്ന് പറയും. അപ്പം അങ്ങനെ കൊടുത്താൽ ഇവരൊക്കെ കഴിക്കുള്ളൂ. ഒത്തിരി കട്ടിയിലൊക്കെ കൊടുത്താൽ പറയും വേണ്ടെന്ന് പറയും. പിന്നെ ഞാൻ ചീനച്ചട്ടിയിലിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരിച്ചിരി കട്ടിയിൽ ഉണ്ടാക്കുന്നു കേട്ടോ. ദോശക്കല്ലിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ദോശയുടെ ഒക്കെ കൂടെ എടുക്കുമ്പോൾ ഒത്തിരി കട്ടിയില്ല, തീരെ കനം കുറച്ചാണ് എടുക്കുന്നത്. അപ്പം കണ്ണനും ചേട്ടനുമുള്ള ഓംപ്ലേറ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് അവർക്കിനി കഴിക്കാനൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവർ കഴിച്ച് കഴിയാറൊക്കെ ആയി കേട്ടോ. അവരിനി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്കും അച്ചുവിനും കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ചൂട് ദോശ അന്നേരം ചുട്ട് കൊടുക്കാമെങ്കിൽ കഴിക്കാനായിട്ട് ഒരിതുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനും അച്ചുവും കൂടെ പിന്നെ കഴിക്കാനിരുന്നോളാം, ഇപ്പം നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു. കാര്യം അച്ചു പിന്നല്ലേ ഒറ്റയ്ക്ക് ഇരിക്കണം കഴിക്കാനായിട്ട്. അതുകൊണ്ട് അവളുടെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമേ.